ഭക്ഷണത്തിന് മുമ്പ് എക്സസൈസ് ചെയ്താൽ നമ്മുടെ ഫാറ്റ് കുറയും. ഭക്ഷണത്തിന് ശേഷം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ വരാതിരിക്കും. അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഭക്ഷണത്തിന് മുമ്പാണോ അതോ ശേഷമാണോ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ രണ്ടിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജുകളുണ്ട്. ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാറ്റ് ബേണിങ്ങിനായിട്ട് വളരെയധികം നല്ലതാണ്. ഇത് തന്നെ നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നെങ്കിൽ ലൈറ്റായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ചെയ്യാം. സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നത് തന്നെ നമുക്ക് വേണമെങ്കിൽ കാർഡിയോ ആയിട്ട് ചെയ്യാം, അതായത് പെട്ടെന്ന് ഓട്ടം ചാട്ടം അതുപോലെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മസിൽ ട്രെയിനിങ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അതായത് വെയിറ്റ് ലിഫ്റ്റിംഗ് പോലത്തുള്ള ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി ഭക്ഷണത്തിന് ശേഷമാണെങ്കിൽ സെയിം കാര്യങ്ങൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. പക്ഷേ ഭക്ഷണത്തിന് തൊട്ട് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അത് കുറച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ചെയ്യാം, 2 മണിക്കൂർ ചെയ്യാം. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ ടൈം ഫ്രെയിമിനും അതിൻ്റേതായിട്ടുള്ള ഓരോ എഫക്റ്റുകൾ നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. അപ്പോൾ ആരൊക്കെ എങ്ങനെയൊക്കെ ഉള്ള എക്സസൈസുകളാണ് എപ്പോഴൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതുമായിട്ട് തന്നെ ഭക്ഷണത്തിന് മുമ്പ് ചെയ്യുന്ന കാര്യം പറയാം. ആർക്കാണിത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്? അതായത് ഭക്ഷണത്തിന് മുമ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. രാവിലെ എണീറ്റ ഉടനെ ചെറുതായിട്ടൊന്ന് വെള്ളം കുടിച്ചതിന് ശേഷം നമുക്ക് നല്ല എക്സസൈസുകൾ കാർഡിയോ ആയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് നല്ലോണം ബേൺ ആവും. നമ്മുടെ ഈ വയറിൻ്റെ ഭാഗത്തൊക്കെ കൊഴുപ്പ് അടിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പുകൾ പലതും അത് ഓവർ പീരീഡ് ഓഫ് ടൈം ബേണായി പോകുന്നത് നമ്മുടെ കൺമുന്നിൽ കാണാൻ സാധിക്കും. നല്ലോണം വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ, ഭക്ഷണം കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ ഭക്ഷണത്തിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് വേറൊരു തരത്തിലുള്ളൊരു എഫക്റ്റാണ്. നമ്മുടെ ശരീരത്തിനകത്ത് ഇൻസുലിൻ്റെ ആക്ഷൻ കൂടുതലായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്കാവും. ഓക്കെ, നമുക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത വളരെയധികം കുറയും. അല്ലെങ്കിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ലോണം എഫിഷ്യൻ്റായിട്ട് ഗ്ലൂക്കോസ് മെറ്റബോളിസം നടക്കും, നല്ലോണം മാനേജ് ആകും. ബ്ലഡിൽ അധികമായിട്ട് ഗ്ലൂക്കോസ് ഇങ്ങനെ തങ്ങി നിൽക്കാതെ ശരീരം പെട്ടെന്നത് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഡയബറ്റീസിനായിട്ട് എന്തെങ്കിലും മെഡിസിനോ കാര്യങ്ങളോ ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡയബറ്റീസ് വരുമെന്ന സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ടെങ്കിലോ, ഡയബറ്റീസ് വരരുത് എന്ന് സ്ട്രിക്റ്റായിട്ട് ആഗ്രഹിക്കുന്നോ ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഭക്ഷണത്തിന് ശേഷം, അതായത് ഭക്ഷണത്തിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് നടക്കുന്നത്, ഭയങ്കര ഇൻറ്റൻസീവ് എക്സസൈസ് അല്ല, ചെറുതായിട്ടൊന്ന് നടക്കുന്നത് വളരെയധികം നല്ലതായിട്ട് ഇപ്പം പുതിയ പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് കുറയും. ഓക്കെ, ഇൻറ്റൻസീവായിട്ടുള്ള എക്സസൈസ് അല്ല എപ്പോഴും പറയുന്നത്, ലൈറ്റായിട്ട് നടക്കുന്ന കാര്യമാണ്. കാരണം ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഒരു മീല് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 1.5-2 മണിക്കൂറാകുമ്പോൾ അത് പീക്കിലെത്തും. നമ്മുടെ ഷുഗർ വാല്യൂ, ആ ഒരു ഷുഗർ വാല്യൂ പീക്കിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകും. ഓക്കെ, കാരണം ഗ്ലൂക്കോസ് ശരീരത്തിനകത്തുള്ളതിനെ തിരിച്ച് നമ്മുടെ അതായത് ബ്ലഡ് സ്ട്രീമിലുള്ളതിനെ മസിൽസിലോട്ട് വലിച്ചെടുക്കാനുള്ള ഒരു സ്ട്രെസ്സാണ്. അതിനകത്ത് ഹോർമോൺസ് അപ്പം കുറേ റിലീസ് ചെയ്യേണ്ടി വരും. ഈ ഗ്ലൂക്കോസ് മെറ്റബോളിസം മാനേജ് ചെയ്യേണ്ടി വരും. ഇത് മൊത്തം കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക്, ക്ഷീണം, കാര്യങ്ങൾ നമ്മളറിയാം. ഷുഗർ കൂടുതൽ കഴിച്ചാൽ മത്ത് പിടിക്കുന്നുള്ളത് സെയിം അതേ കാര്യം തന്നെയാണ്. ഷുഗർ സ്പൈക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ളൊരു ക്ഷീണം, ഒരു സ്റ്റിറോയിഡ് എഫക്റ്റ് നമ്മുടെ ശരീരത്തിനകത്ത് വരാൻ സാധ്യത കൂടുതലാണ്. അത് ഓവർ പീരീഡ് ഓഫ് ടൈം നമ്മുടെ ശരീരത്തിനകത്ത് ഏജിങ് ഫാക്ടർ കൊണ്ടുവരും, കൂടുതലായിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഭക്ഷണം കഴിച്ച ഉടനെ നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് വളരെ വലിയ മാറ്റങ്ങൾ, പോസിറ്റീവായിട്ടുള്ള ചേഞ്ചുകൾ, ഓക്കെ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ നല്ലതാണ്. ഓക്കെ, പിന്നെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള എക്സസൈസ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ ഫെറ്റീഗ് ആകാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് സപ്ലൈ ഉണ്ടായിക്കൊണ്ട് തന്നെ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും. ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞാണ് നമ്മൾ ഇൻറ്റൻസീവ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതും ഭക്ഷണത്തിന് ശേഷം എക്സസൈസ് ചെയ്യുന്നതും രണ്ട് ആസ്പെക്റ്റുകളാണ്. രണ്ടിനെ ഒഴിവാക്കേണ്ടതായിട്ടില്ല. ലൈറ്റായിട്ട് രണ്ടും ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്.
നമ്മുടെ ഹോമിയോപ്പതിയിൽ ഫാറ്റ് ബേൺ ആകാനായിട്ട് ഉള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫൈറ്റോലാക്കാബെറി എന്ന് പറയുന്നൊരു മരുന്നാണ്. അതുപോലെ തന്നെ തൈറോയിഡൊക്കെ ഉണ്ട്, പൊണ്ണത്തടിയായിട്ടുള്ള ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഫ്യൂക്കസ് എന്ന് പറയുന്നൊരു മെഡിസിനൊക്കെ നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാണ് അതിൻ്റേതായിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡോസ് പൊട്ടൻസിയൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നത്. എങ്കിലും ജനറലായിട്ടുള്ള 2 മെഡിസിൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് മുന്നേറാം.